കൂട്ടരാജിയാണ് ഇപ്പോൾ നേതാക്കൾ വയ്ക്കുന്നത്. 4 തവണ BJPയുടെ MP ആയിരുന്ന രാജൻ ഗൊഹേറിന്റെ നേതൃത്വത്തിൽ 18 നേതാക്കൾ മധ്യ ആസാമിൽ നിന്നും പാർട്ടിയിൽ നിന്നും പ്രാഥമിക അംഗത്വം രാജിവെച്ച് പുതിയ പാർട്ടി ഉണ്ടാക്കും എന്ന് ഹിമന്തിനെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. ഹിമന്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനവുമായാണ് നേതാക്കൾ രാജി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വർഗീയ വിഭജനം ഈ രാജ്യം കണ്ടിട്ടില്ലാത്ത രീതിയിൽ നടത്തിയെടുക്കലാണ് ഹിമന്തിന്റെ പ്രധാന പണി. രാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഔദ്യോഗിക പദവികൾക്ക് പുറമെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം രാജിവെച്ചത് വലിയ രീതിയിൽ തിരിച്ചടിയാകും. അപ്പർ സെൻട്രൽ അസാമിൽ നിന്നുള്ള പ്രധാനപ്പെട്ട 17 നേതാക്കളാണ് അദ്ദേഹത്തിനോടൊപ്പം രാജിവെച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം നടക്കാനിരിക്കെ ഇത്തരത്തിൽ ഒരു സംഭവ വികാസം മറ്റ് പല സംസ്ഥാനങ്ങളെയും പ്രതികൂലമായി ബാധിക്കും. പ്രത്യേകിച്ച് ബംഗാളിൽ തൃണമൂൽ വിട്ട് BJPയിൽ എത്തിയ പല നേതാക്കളും തിരിച്ച് മാതൃപാർട്ടിയിലേക്ക് വരുന്നു. ശുദ്ധികലശം എന്ന രീതിയിൽ ഇപ്പോൾ മമതാ ബാനർജി തന്നെ അവരെ പൂമാലയിട്ട് സ്വീകരിക്കുന്നു. നമുക്കറിയാം, മുകുൾ റോയ് ഇടയ്ക്ക് വെച്ച് BJPയിലേക്ക് പോയി തിരികെ വന്ന വ്യക്തിയാണ്. സുവേദു അധികാരി കൂടുതൽ ഒറ്റപ്പെടുകയാണെന്നും വളരെ വൈകാതെ അദ്ദേഹത്തിനെ ജനങ്ങൾ നാട്ടിൽ നിന്നും തല്ലി ഓടിക്കുന്നത് നമുക്ക് കൺകുളിർക്കെ കാണാമെന്നുമാണ് മമതാ ബാനർജി വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. നിലവിൽ ബംഗാളിലെ പ്രതിപക്ഷ നേതാവാണ് നന്ദിഗ്രാമിൽ നിന്നും വിജയിച്ച സുവേദു അധികാരി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജി വലിയ പോരാട്ടമാണ് നടത്തിയത്. നന്ദിഗ്രാമിൽ സുവേദുവിന്റെ കോട്ടകൊത്തളം കുടിച്ചെടുക്കും എന്ന ഒരു പ്രതീതി വരെ സൃഷ്ടിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നതിനൊടുവിൽ 1200 വോട്ടുകൾക്ക് മാത്രമാണ് 80,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷം ജയിച്ച സുവേദു കഴിഞ്ഞ തവണ നിരങ്ങി ജയിച്ചത്. ഇത് സുവേദിനു മാത്രമല്ല, യുക്കും ഗുണ്ട രാഷ്ട്രീയം കാണിച്ച് തിണ്ണമിടുക്കിന്റെ ബലത്തിൽ BJPക്ക് അധികാരത്തിൽ വരാം എന്ന് വിചാരിച്ചതിന്റെ തിരിച്ചടിയാണ്. ജാർഖണ്ഡിൽ നിന്നും ഗുണ്ടായുസം നടത്തുന്ന ചിലരെ അക്രമി സംഘങ്ങളെ ഇറക്കി ലോറിയിലും അതുപോലെ തന്നെ മറ്റ് വാഹനങ്ങളിലും ഇറക്കിയാണ് തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കാൻ BJP പൊതുവെ ശ്രമിക്കുന്നതെന്നായിരുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ മറുപടി. 2019 അപേക്ഷിച്ച് 2024 ആയപ്പോൾ BJPയുടെ ലോക്സഭാ MP-മാർ ബംഗാളിൽ നിന്നുള്ളവരിൽ നല്ല രീതിയിൽ കുറവ് വന്നു. അസാമിലും അങ്ങനെ തന്നെ സംഭവിച്ചു. അസാമിൽ വോട്ട് ഷെയറിൽ വിള്ളലുണ്ടായി. ഇതൊക്കെ BJPയെ പിടിച്ചു കുലുക്കുകയാണ്. 303 സീറ്റ് 2019 ഉണ്ടായിരുന്ന BJP 240-ലേക്ക് കൂപ്പുകുത്തുമ്പോൾ 63 സീറ്റുകളെ കുറിച്ച് ബംഗാളിൽ നിന്നുള്ള കല്യാൺ ബാനർജി പറഞ്ഞത് ചൂ കിത് കിത് എന്ന് പറയുന്ന ഒരു കളിയെ കുറിച്ച് പറഞ്ഞതാണ്. അതായത് ഏണിയും പാമ്പും എന്ന രീതിയിൽ ബംഗാളിൽ അതിന് സമാനമായി കളിക്കുന്ന ഒരു കളിയാണ് ചൂ കിത് കിത്. തകർന്നടിഞ്ഞിട്ടും അഹങ്കാരത്തിനൊരു കുറവുമില്ലെന്നും നിതിൻ ഗഡ്കരിക്ക് കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണെന്നും ഗഡ്കരിക്ക് വളരെ വൈകാതെ തന്നെ BJP തകർന്നടിയുമെന്ന് മനസ്സിലായിരിക്കുന്നു എന്നും അന്നേരം കല്യാൺ ബാനർജി ലോക്സഭയിൽ വെച്ച് പറഞ്ഞത് പ്രതിപക്ഷ ബെഞ്ചുകളിൽ ചിരി പടർത്തി. അത് തന്നെയാണ് യാഥാർത്ഥ്യമെന്ന് ഇപ്പോൾ പതിയെ ബോധ്യപ്പെടുന്നു.